നമ്മുടെ ഓണറുമ്മ തേങ്ങ വരച്ച സമയത്ത് നമുക്ക് രണ്ട് കരിക്ക് കൊണ്ട് തന്നു കേട്ടോ. ഭയങ്കര ചൂടാണല്ലോ, വെള്ളം കുടിച്ചോളാൻ പറഞ്ഞ് കൊണ്ടുവന്ന് തന്നതാണ്. എന്നാലും സാ പറഞ്ഞു നമുക്ക് അതുകൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന്. അങ്ങനെ സാ അത് വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് കയറിപ്പോയതാണ്. നമ്മുടെ കുടുക്കാസ് പണികളൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. തക്കൂനാണെങ്കിൽ സാധനം കണ്ടുകഴിഞ്ഞ ഒരു പ്രത്യേക സ്നേഹം കേട്ടോ. അപ്പം ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് വെട്ടുന്നതിൻ്റെ ഇടയ്ക്കേക്ക് അവൾ ഒരു ഓടിച്ചല്ലോ കേട്ടോ. തല രണ്ട് കഷ്ണമായിട്ട് വേറെ ഇരുന്ന് അത് വേറെ ജ്യൂസ് അടിക്കേണ്ടി വന്നേനെ. അപ്പോഴത്തേക്കും ദേ ഒരാൾ ഒളിച്ചും പാത്തും വന്ന് നോക്കുന്നു. ആരടാ എൻ്റെ പപ്പൻ്റെ അടുത്തേക്ക് പോണേ എന്നുള്ള മട്ടിൽ കേട്ടോ. അവൻ്റെ ഫേവറേറ്റ് ആണ് സാ, എല്ലാവർക്കും ഫേവറേറ്റ് സാ കേട്ടോ. നമ്മളെ ആർക്കും കണ്ടുകൂടെ. അങ്ങനെ സാ ഓരോന്നോരോന്ന് വെട്ടിപ്പെറുക്കി എടുത്തപ്പോൾ ഈ വലിയ ഒച്ച കേട്ടിട്ട് ഇതേ ഒരുത്തിന് ഒളിച്ച് ഇവിടുന്ന് ഓടിപ്പോകുന്നു കേട്ടോ. ആ പുണുക്കാച്ചിനെ പിടിച്ച് ഇപ്പുറത്ത് കൊണ്ട് വെച്ചേ. കാരണം വെച്ചാൽ ഇവനൊക്കെ കുഞ്ഞ് എന്താ പറയുക, ഒരു തേങ്ങാ കഷ്ണത്തിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ. ഇവനൊക്കെ ഒരു ചകിരിൻ്റെ മേത്തേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ ചത്തുപോകാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. അവനെ പിടിച്ച് അവിടെ വെച്ച് കുണ്ടിക്കിട്ട് ഒരു അടിയും കൊടുത്തേ. എന്നിട്ട് സാ ഓരോന്നായിട്ട് വെട്ടി എടുത്തു കേട്ടോ. ആദ്യം വെട്ടിയപ്പം വലിയ വെള്ളവും ഇല്ല, തേങ്ങയില്ല കേട്ടോ. പണി വാളുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും രണ്ടാമത് വെട്ടിയതിനകത്ത് നിറയെ വെള്ളം ഉണ്ടായിരുന്നു, നല്ല കരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വെട്ടിയെടുത്തോണ്ട് വന്നേ. ഉണ്ണിക്കുട്ടനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു തരാം. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഷെയ്ക്ക് അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ പാലും കുറച്ച് തേങ്ങാവെള്ളവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവൻ അത് അടിക്കുവാണ്. ക്യാമറയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ പൊക്കത്തേക്കെല്ലാം കൂടെ അത് തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പാലിട്ടൊക്കെ രണ്ടിടി ചണക്കാൻ കൊടുക്കാൻ കൊടുത്തിട്ട് അതും ആക്കി പെറുക്കി എടുത്തേ. എന്നിട്ട് നല്ല രീതിക്ക് ഒരു ഷേക്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷേക്ക് അടിക്കാനും ജ്യൂസിനൊക്കെ ആളെ വേണമെങ്കിൽ അറിയിച്ചാൽ മതിയേ. ഇവിടെ ഒരു ആശാരിയുണ്ട്, ജ്യൂസ് ഉണ്ടാക്കുന്ന ആളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെല്ലാവരും സഹായിക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയണമെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മറുപടി തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ജ്യൂസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടേ, അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഷേക്കായിട്ട് അധികം മധുരമൊന്നും ഇടാതെ നല്ല സെറ്റായിട്ട് ഉണ്ടാക്കി കേട്ടോ.